എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രിയാഷേ. ഇന്നലെ ദായമ്മക്കൈ എന്ന ഞാൻ രചനയും സംവിധാനവും നിർവഹിച്ച ദായമ്മക്കൈ എന്ന ഷോർട്ട് മൂവിയിലെ ഗാനം റിലീസ് ചെയ്തു. അതിനു മുമ്പ് പൂർണ്ണത്രയേശൻ എന്ന് പറയുന്ന അഷ്ടപതി രീതി ചിട്ടപ്പെടുത്തിയ ഗാനവും റിലീസ് ചെയ്തു. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ സ്പീഡിൽ വർക്കുകൾ ഷൂട്ട് ചെയ്തിട്ട് ഇറക്കുന്നതെന്ന്. അപ്പോൾ എനിക്കത് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എടുത്തും വലത്തും മുമ്പിലും പുറകിലും ആരും സഹായികളില്ല. ഒറ്റയ്ക്ക് തന്നെ എനിക്കൊരു ഡിറ്റർമിനേഷനുണ്ട്. ഷൂട്ട് ചെയ്ത് 3, 4 അല്ലെ 5 ദിവസത്തിനുള്ളിൽ ഒരു ഗാനം എനിക്ക് ഇറക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 2 ദിവസം. അത് എഡിറ്ററുടെ അടുത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് എഡിറ്ററെ കൊണ്ട് ഫോൺ ചെയ്യിപ്പിക്കത്തില്ല. കാരണം ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ പോകും. അപ്പോൾ എനിക്കറിയാം, എൻ്റെ മനസ്സിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ സീൻസും ഓരോ ഷോട്ടുകളും എങ്ങനെ സമന്വയിപ്പിക്കണമെന്നും ഇൻ്റർകട്ട് എവിടെ, അങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും വലിയ സംവിധായികയൊന്നും അല്ലെങ്കിലും എനിക്ക് അതിനെക്കുറിച്ചൊക്കെ ഗ്രാഹ്യമുണ്ട്. കാരണം ഇതെൻ്റെ 80 വർക്കാണ് ഇപ്പം ഈ വർഷം ഞാൻ പൂർത്തിയാക്കുന്നത്. റിലീസ് ചെയ്തു, അല്ല എടുത്തൊന്നും പെട്ടി വെച്ചിട്ടില്ല. അപ്പോൾ ഇന്നലെ അത് ദായമ്മക്കൈയിലെ പാട്ടിറക്കി. ഇന്ന് ദായമ്മക്കൈ ഷോർട്ട് മൂവി പൂർണ്ണമായിട്ടും എഡിറ്റിങ് തീരുവാണ്. എഡിറ്റർ കല്യാണമൊക്കെ കഴിച്ച് അവർ ഹണിമൂണൊക്കെ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തീർത്ത് തന്നിട്ട് നിങ്ങൾ പോയിക്കോ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് ദായമ്മക്കൈ പൂർണ്ണമായിട്ട് എഡിറ്റിങ് ഇന്നും കൊണ്ട് 2 ദിവസം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എൻ്റെ മനസ്സിൽ എഴുതി ഞാൻ വെച്ചിരിക്കുന്ന ഓരോ സീനും ഓരോ ഷോട്ടുകളും സമന്വയിപ്പിക്കുന്ന രീതി എങ്ങനെയാണെന്ന് എനിക്ക് നല്ല തറവായിട്ട് സ്ക്രിപ്റ്റ് നോക്കാതെ, ദായമ്മക്കൈ ആരുടെ നോവലല്ല കേട്ടോ, ഇത് സ്ക്രിപ്റ്റുകൾ ഇതാ നോക്കിക്കോ, എന്തേരം എഴുതി വെച്ചിട്ടുണ്ടെന്ന്. അത് കൈകൊണ്ടാണ്, DTP ഒന്നും അല്ല. ഇത് കണ്ടോ, കൈകൊണ്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പേപ്പറും പേനയും മനസ്സും കൈയും ബ്രെയിനും എല്ലാം കൂടെ ഉള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു സമന്വയം. അതിൻ്റെ ഇടയിൽ അടുക്കളപ്പണിയും ഞാൻ ചെയ്യും. അതെന്ന് വെച്ചാൽ അതും ഒരു കലയാണ്. അപ്പോൾ ഇപ്പോൾ രാവിലെ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ വീട്ടിൽ ഇന്നും 3 മണിക്ക് എഴുന്നേറ്റു. രാവിലെ ഉപ്പുമാവും പഴവും അമ്മയ്ക്കും മോനും ഹസ്ബൻഡിനും അത് റെഡിയാക്കി. ഉച്ചക്കത്തേക്കുള്ള ചോറ് ഇന്ന് ഞാൻ വെച്ചിട്ട് കറിയൊക്കെ ഇന്ന് കുറച്ചേ ഉള്ളൂ. എന്നാലും അമ്മ പറഞ്ഞു പോയി ചെയ്തിട്ട് വരാം. കലാകാരിയായിട്ടുള്ള ഒരു അച്ഛൻ മരിച്ചുപോയി. എന്നാലും എൻ്റെ എല്ലാ കലകളും അച്ഛൻ കണ്ട് പൂർണ്ണ സംതൃപ്തനായിട്ടാണ് അദ്ദേഹം ഈ ലോകത്തുനിന്ന് പോയത്. എന്നാലും അച്ഛൻ്റെ ആത്മാവ് എന്നും, ആത്മാവിൻ്റെ ഒരു അനുഗ്രഹം എനിക്കുണ്ടായിരിക്കും. പിന്നെ അമ്മ ഒരു കലാകാരിയാണ്. പക്ഷേ അമ്മ നിശബ്ദമായിട്ട് കലകളെയൊക്കെ ഉള്ളിൽ വെച്ച് ഡിപ്രസ്ഡ് ആക്കിക്കൊണ്ടാണ് അമ്മ ഇത്രയും കാലം ജീവിച്ചത്. അപ്പം വല്ലാത്തൊരു കോൺഫിഡൻസ്. അപ്പോൾ ക്യാൻസർ സർവൈവറാണ്, അയ്യോ ഇപ്പോൾ അസുഖമുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വരുന്ന ആൾക്കാരോട് വെറുതെ ഒന്ന് വിട്ടേക്കെന്നെ. കാരണം ഞാൻ നിങ്ങളെ ആരും ശല്യപ്പെടുത്താൻ വരുന്നില്ല. രോഗത്തെക്കുറിച്ച് ചിന്തിച്ച് കഴിയുമ്പോൾ എൻ്റെ മനസ്സും ഭയങ്കരമായിട്ട് ഡെസ്പാകും. ഇന്നലെ ആണെങ്കിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട തമ്പിച്ചേട്ടൻ്റെ വൈഫ് ക്യാൻസർ വന്ന് മരിച്ചു കിടക്കുന്ന കല്യാണ ഡ്രസ്സിലാണ് പുള്ളിക്കാരി. എല്ലാ ഓർണമെൻറ്റ്സും ഇട്ട് അങ്ങനെ മുടിയൊക്കെ പോയി. അങ്ങനെ നമുക്കത് ഞാൻ ചെന്ന് കണ്ടു. പക്ഷേ തമ്പിച്ചേട്ടൻ്റെ കയ്യിൽ ഞാൻ പിടിച്ചിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുമായിരുന്നു. പക്ഷേ എൻ്റെ ആ പിടുത്തത്തിൽ ആ തമ്പിച്ചേട്ടാ എന്ന് വിളിച്ചിട്ട് എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഈ അസുഖമാണെന്ന് എന്നോട് വന്നു, അസുഖം ക്യൂർ ആയതാണ്, അപ്പോൾ ഇനി അത് എന്നോട് ചോദിക്കരുത്. കാരണം അപ്പം ഞാൻ ഡെസ്പാവും. ഞാൻ അതിനെക്കുറിച്ച് ഓർക്കാനേ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം കീമോ വാർഡും റേഡിയേഷൻ വാർഡും ഒക്കെ എന്നെ തളർത്തിയിട്ടുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ അതൊക്കെ ഓർക്കാതിരിക്കാൻ ഏത് നിമിഷമാണ് നമ്മുടെ നെഞ്ചിടിപ്പ് പോകുന്നതെന്ന് അറിയത്തില്ല. ഞാനൊന്ന് ചെയ്തോട്ടെ എന്തെങ്കിലുമൊക്കെ. അപ്പം പണ്ടൊക്കെ എന്നെ പരിഹസിച്ചിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ ഒരു സ്ട്രോങ് ആയിട്ട് ഞാൻ പോവുകയാണ്. എനിക്ക് ഒരു സെക്കൻഡ് പോലും കളയാനില്ല. കാരണം അടുത്ത എൻ്റെ ചെക്കപ്പൊക്കെ വരികയാണ്. അപ്പോൾ അതിന് പേടിയുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡീപ്പായിട്ട് എഴുതുന്നു, ഡീപ്പായിട്ട് തിങ്ക് ചെയ്യുന്നു, ഡീപ്പായിട്ട് പരിശ്രമിക്കുന്നു. അങ്ങനെ പോവുകയാണ്. അപ്പം ഇപ്പം അറിയാതെ സ്ത്രീയല്ലേ, മനസ്സ് പതറും. അപ്പോൾ എനിക്ക് എൻ്റെ കുടുംബം, എൻ്റെ മോൻ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ അമ്മ, ഇവർ മാത്രമാണ് എൻ്റെ ചാലകശക്തി, ഊർജം. അപ്പോൾ കടുത്ത മഴയാണ് പുറത്ത്. അപ്പോൾ ഇരിക്കുകയാണ്. അപ്പോൾ ദായമ്മക്കൈ അടുത്ത ലാൽ മീഡിയയിൽ ആയിരിക്കും അതിൻ്റെ ഡബ്ബിങ്ങിന് പോകുന്നത്.